നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പുതിയ പുതിയ അവസരങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ആ അനുഗ്രഹമുണ്ട്. ശ്രദ്ധിച്ചാട്ടെ. ഹിസ്കിയ രാജാവ് ചെയ്ത ഏറെ നല്ല പ്രവർത്തനങ്ങളുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് തെക്കേ രാജ്യത്ത് നിന്നും വിഘടിച്ച് നിന്ന വടക്കേ രാജ്യത്തെ യെരുശലേമിൽ വന്ന് ആരാധിക്കുവാൻ ക്ഷണിച്ചത്. നിങ്ങളെ ചരിത്രം ഓർക്കുന്നുണ്ടല്ലോ, നാം ആ ചരിത്രം പഠിച്ചു വന്നതാണ്. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ വടക്കേ രാജ്യത്തുള്ളവർ ഒരു വിധത്തിലും യെരുശലേമിൽ വരാതിരിക്കുവാൻ അന്നത്തെ രാജാക്കന്മാർ വേണ്ടതെല്ലാം ചെയ്തു. നൂറ്റാണ്ടുകളായി ശത്രുത്വത്തിൽ കഴിഞ്ഞിരുന്ന വടക്കേ രാജ്യവുമായി ഒരു ആത്മീയ ബന്ധം കൊണ്ടുവരുവാൻ ഈ ഉദാരമതിയായ ഹിസ്കിയാവിന് സാധിച്ചു. ഒരു ഉത്തമ ഉദാഹരണമാകുന്നിത്. ആ ഭാഗം നമുക്കൊന്ന് എടുക്കാം. 2 ദിനവൃത്താന്തങ്ങൾ 30, 31, 32 അധ്യായങ്ങൾ ഹിസ്കിയാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ വളരെ പ്രയോജനമുള്ള പാഠങ്ങൾ നൽകുന്നതാകുന്നു എന്നറിയാമല്ലോ. എടുത്താട്ടെ. 2 ദിനവൃത്താന്തങ്ങൾ 30, 31, 32 അധ്യായങ്ങൾ. അധ്യായം വരെയാണല്ലോ നാം ചിന്തിച്ചു കഴിഞ്ഞത്. ആ ഹിസ്കിയാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് 30 അധ്യായത്തിലും നാം കാണുന്നത്. പെസഹ പെരുന്നാൾ പുനരാരംഭിച്ചതിനെക്കുറിച്ചാണ് 30 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 30 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നു, അനന്തരം യെഹിസ്കിയാവ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കേണ്ടതിന് യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും അടുക്കൽ ആളയച്ചു. എഫ്രൈമിനും മനശ്ശെക്കും എഴുത്തെഴുതി 2 മാസത്തിൽ പെസഹ ആചരിക്കണമെന്ന് രാജാവും അവൻ്റെ പ്രഭുക്കന്മാരും യെരൂശലേമിലെ സർവ്വസഭയും നിർണയിച്ചിരുന്നു. ഈ രാജാവ് ചെയ്ത വേറൊരു അതിമഹത്തായ കാര്യം ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പിതാവ് വടക്കേ രാജ്യവുമായി ഒരു യുദ്ധം ചെയ്തത് ഓർക്കുമല്ലോ. അന്ന് യഹൂദയിൽ നിന്നുള്ള അനേകരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. ഹിസ്കിയാവ് രാജസ്ഥാനത്ത് വന്നപ്പോൾ അവൻ വടക്കേ ദേശക്കാരോട് കടുത്ത പകയോടെയാണ് വന്നത് എന്നൊരുപക്ഷെ താങ്കൾ ചിന്തിച്ചേക്കാം. അതെ, തൻ്റെ ജനത്തെ എങ്ങനെയും രക്ഷിക്കണമെന്നുള്ള താല്പര്യത്തോടെ. എന്നാൽ അവൻ ചെയ്തത് എന്താകുന്നു എന്ന് ശ്രദ്ധിച്ചാലും, അവൻ ദേവാലയ വാതിലുകൾ തുറന്നതിന് ശേഷം ദൈവത്തിൻ്റെ ആരാധന യഥാസ്ഥാനപ്പെടുത്തി. തൻ്റെ സാക്ഷ്യം പരസ്യമായി നൽകിക്കഴിഞ്ഞ് അവൻ വടക്കേ ദേശത്തിന് ഒരു ക്ഷണക്കത്തയക്കുകയാണ് ചെയ്തത്. അതെ, അവർ യെരൂശലേമിലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ക്ഷണം. എത്ര മഹത്തായ ആശ്ചര്യകരമായ മനോഭാവമാകുന്നു ഇത് എന്നോർക്കണം. ആദ്യ മാസത്തിൽ പെസഹ ആചരിക്കുന്നതിന് പകരം 2 മാസത്തിൽ ആചരിക്കുവാനുള്ള അധികാരം സംഖ്യാപുസ്തകത്തിൽ 9 അധ്യായത്തിൻ്റെ 10, 11 വാക്യത്തിൽ നൽകിയിട്ടുണ്ട്. വടക്കേ ദേശത്തേക്ക് ഹിസ്കിയാവ് അയച്ച ക്ഷണം ചിലർ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു. എങ്കിലും അനേകർ അതിനോട് പ്രതികരിക്കുകയും തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് പെസഹ ആചരിക്കുവാൻ കടന്നു വരികയും ചെയ്തു എന്ന് നാം കാണുന്നു. 30 അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 2 മാസം 14 തീയതി അവർ പെസഹ അറുത്തു. എന്നാൽ പുരോഹിതന്മാരും ലേവ്യരും ലജ്ജിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ ആലയത്തിൽ ഹോമയാഗങ്ങളെ കൊണ്ടുവന്നു. അവർ ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണപ്രകാരം തങ്ങൾക്കുള്ള വിധി അനുസരിച്ച് തങ്ങളുടെ സ്ഥാനത്ത് നിന്നു. പുരോഹിതന്മാർ ലേവ്യരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തർക്കു വേണ്ടി പെസഹ അറുത്ത് യഹോവയ്ക്ക് നിവേദിക്കേണ്ടതിന് ലേവ്യർ ഭരമേറ്റിരുന്നു. ഇസ്രായേലിൽ എല്ലായിടത്തു നിന്നും ജനങ്ങൾ വന്നിരുന്നു. അവരിൽ ചിലർ വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് കാണുന്നു. 18 മുതലുള്ള വാക്യങ്ങൾ, വലിയൊരു ജനസമൂഹം എഫ്രൈമിൽ നിന്നും മനശ്ശെയിൽ നിന്നും ഇസ്സാക്കാരിൽ നിന്നും സെബൂലൂനിൽ നിന്നും ഉള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രകാരത്തിൽ പെസഹ തിന്നു. എന്നാൽ യെഹിസ്കിയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ, തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സുവെക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. 20 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ യെഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. യെഹിസ്കിയാവ് ചെയ്തതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു കാര്യം ഇതത്രേ. വടക്കേ രാജ്യത്തുണ്ടായിരുന്ന ആളുകൾക്ക് യെഹിസ്കിയാവ് ക്ഷണക്കത്തയച്ചപ്പോൾ
ഇസ്രായേലിലെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളിൽ നിന്നും അനേകർ ദൈവത്തെ ആരാധിക്കുവാനായി യെരുശലേമിലേക്ക് വന്നു. ഇവരെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഇവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ദൈവവചനം ലഭിക്കാതെ കഴിയുകയായിരുന്നു. അവർ മായയെ ആരാധിച്ച് അന്യദൈവങ്ങളെ ആരാധിക്കുന്ന സ്ഥലമായ വടക്കേ രാജ്യത്തിൽ ജീവിക്കുകയായിരുന്നു. എന്നിട്ടും അവർക്ക് ദൈവത്തെ ആരാധിക്കുവാനും അനുസരിക്കുവാനും ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവർ പെരുന്നാളിനായി വരുമ്പോൾ അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരും പെസഹായ്ക്ക് വേണ്ടി ഹൃദയം ഒരുക്കപ്പെട്ടവരുമായിരിക്കേണ്ടതാണ്. എന്നാൽ അവർ അത് ചെയ്തിരുന്നില്ല. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടിയിരുന്നു എന്നറിയാതെ അവർ പോയി പെസഹ കഴിച്ചു. യെഹിസ്കീയാവിനോട് ഇത് പറഞ്ഞപ്പോൾ അവൻ അവർക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ദയാലുവായ യഹോവ എല്ലാവരോടും ക്ഷമിച്ചു. അവൻ അവർക്ക് വേണ്ടി ചെയ്ത മനോഹരമായൊരു കാര്യമല്ലേ ഇത്? ജനങ്ങളുടെ ഭാഗത്തെ അറിവില്ലായ്മയായിരുന്നു. അവരുടെ ഹൃദയം ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ അവർ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് അവർക്കറിയില്ലായിരുന്നു. യഹോവ ഈ ഹിസ്കീയാവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും ജനത്തെ സൗഖ്യമാക്കുകയും ചെയ്തു. ക്രമവും ആചാരാനുഷ്ഠാനങ്ങളും ഒന്നുമല്ല പ്രധാനപ്പെട്ടതെന്ന് ഇത് വെളിവാക്കുന്നു. ദൈവം നോക്കുന്നത് മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ നിലവാരമാണ്. എത്ര മനോഹരമായ അത്ഭുതകരമായൊരു പാഠമാകുന്നു നമുക്കിവിടെ ഉള്ളത്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം. 21 വാക്യം നമുക്ക് നോക്കാം. അവിടെ കാണുന്നത്, അങ്ങനെ യെരുശലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം 7 ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു. ലേവ്യരും പുരോഹിതന്മാരും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിവസം പ്രതിയും യഹോവയെ സ്തുതിച്ചു. ഇതത്ര ഉണർവിൻ്റെ അനുഭവങ്ങൾ. അവർക്ക് അതിമഹത്തായൊരു സമയമായിരുന്നു അവിടെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടുവാൻ അവർ തീരുമാനിച്ചു. 23 വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെയും 7 ദിവസം ഉത്സവം ആചരിപ്പാൻ സർവ്വസഭയും നിർണയിച്ചു. അങ്ങനെ അവർ വേറെ 7 ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു. യഹോവയിങ്കിലേക്കും അവൻ്റെ വചനത്തിലേക്കുമുള്ള അതിമനോഹരമായ മടങ്ങിവരവാണ് നാം ഇവിടെ കാണുന്നത്. 31 അധ്യായത്തിലേക്ക് നാം ഇനിയും വരുമ്പോൾ ഹിസ്കീയാവിനെ താങ്കൾ ഒന്ന് ശ്രദ്ധിക്കുക. അവൻ്റെ പിതാവായിരുന്ന ആഹാസ് യഹൂദയുടെ മതം അന്യദൈവങ്ങളെ ആരാധിക്കുന്നതാക്കി തീർത്തിരുന്നു. ഇപ്പോൾ ഹിസ്കീയാവ് ദേശത്തു നിന്നും അതെല്ലാം നീക്കിക്കളയുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. 31 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നത്, ഇതൊക്കെയും തീർന്ന ശേഷം വന്നുകൂടിയിരുന്ന എല്ലാ ഇസ്രായേലും യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് സ്തംഭവിഗ്രഹങ്ങളെ തകർത്ത് എല്ലാ യഹൂദയിലും ബെന്യാമീനിലും എഫ്രീമിലും മനശ്ശെയിലുമുള്ള അശേര പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഇസ്രായേൽ മക്കളെല്ലാവരും ഓരോരുത്തൻ താൻ്റെ പട്ടണത്തിലേക്കും അവകാശത്തിലേക്കും മടങ്ങിപ്പോയി. ഇതിനുശേഷം ഒരു വലിയ ഉണർവിൻ്റെ സമയം നാം കാണുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകിയ വ്യക്തി ഹിസ്കീയാവായിരുന്നു. 20-21 വാക്യങ്ങളിൽ നാം കാണുന്നു. 31 അധ്യായത്തിൻ്റെ 20. യെഹിസ്കീയാവ് യഹൂദയിലൊക്കെയും ഇവണ്ണം ചെയ്തു. തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ചു. അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു. നമുക്കിനിയും ഹിസ്കീയാവിൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി അടുത്തൊന്ന് ശ്രദ്ധിക്കാം. ഏത് വിധത്തിലുള്ളൊരു മനുഷ്യനായിരുന്നു അവൻ? ഒന്നാമതായി, അവൻ വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു. ഞാൻ വിശ്വാസം എന്ന് പറയുമ്പോൾ പൊതുവെ വിശ്വാസം എന്ന് പറഞ്ഞ് മനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത്, പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന്. ഇതിനാൽ അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി വളരെ ശക്തമായി എന്തെങ്കിലും വിശ്വസിച്ചാൽ രക്ഷപ്പെടുമെന്നത്രേ. എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനൊന്നില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചാൽ തലവേദന ഇല്ലാത്തതുപോലെ തോന്നും എന്നതാണ് പലരുടെയും വിശ്വാസം. എന്തിനോടെങ്കിലും മനഃശാസ്ത്രപരമായി പ്രതികരിക്കുന്നതല്ല സുഹൃത്തെ വിശ്വാസം. വിശ്വാസം എൻ്റെ തോന്നലുകളിലല്ല, അതൊരു നിവൃത്തിയാക്കപ്പെട്ട യാഥാർത്ഥ്യമാകും. വിശ്വാസം എന്നാൽ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവർത്തനമാണ്. മനുഷ്യൻ്റെ ആത്മാവിൽ ഉരുവാകുന്ന ഒരു ഉറപ്പാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ തനിക്കുള്ള വിശ്വാസത്തിൻ്റെ വലിയ ഏറ്റുപറച്ചിൽ പത്രോസ് നടത്തിയതിന് ശേഷം കർത്താവായ യേശു പറഞ്ഞു, ബെറയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. വിശ്വാസം എന്നത് സ്വന്തം ഗുണം കൊണ്ടുള്ളതല്ല. എഫെസ്യ ലേഖനം 2 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ വായിക്കുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസം ഒരു ഉപകരണം മാത്രമാണ്. ക്രിസ്തുവാകുന്ന രക്ഷകൻ, അവനത്ര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം.
വലിയ പ്രസംഗകനായിരുന്ന സ്പർജൻ പറഞ്ഞത്, ക്രിസ്തുവിനെ നീ പിടിച്ചു എന്നതല്ല നിന്നെ രക്ഷിക്കുന്നത്, ക്രിസ്തു ആകുന്നു രക്ഷിക്കുന്നത്. ക്രിസ്തുവിൽ നിനക്കുള്ള സന്തോഷമല്ല നിന്നെ രക്ഷിക്കുന്നത്, ക്രിസ്തുവാകുന്നു രക്ഷിക്കുന്നത്. നിന്റെ വിശ്വാസം ഒരു ഉപകരണമാകുന്നെങ്കിൽ തന്നെ വിശ്വാസമല്ല രക്ഷിക്കുന്നത്, ക്രിസ്തുവിൻ്റെ രക്തവും അവൻ്റെ ഗുണവുമാകുന്നു രക്ഷയ്ക്ക് മുഖാന്തരം. വിശ്വാസത്തിന് തന്നെ യാതൊരു ഗുണവുമില്ല കേട്ടോ. എന്തിലെങ്കിലും ശക്തമായി വിശ്വസിക്കുന്നത് കൊണ്ടായില്ല. താങ്കൾക്ക് വേണമെങ്കിൽ തെറ്റായ കാര്യങ്ങൾ വിശ്വസിക്കാവുന്നതാണ്. മതഭ്രാന്ത് പിടിച്ച് രക്തസാക്ഷികളായി തീർന്നിട്ടുള്ള എത്രയെത്ര ആളുകളുണ്ട്. വിശ്വാസം പറയുന്നു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസത്തെ സഹായിക്കണമേ. വിശ്വാസം ദൈവത്തെ ആശ്രയിക്കുന്നു. 31 അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് ഹിസ്കിയാവിൻ്റെ കൂടുതൽ നവീകരണം നാം കാണുന്നു. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശു താങ്കളെ രക്ഷിക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിലും ഉണർവുണ്ടാകും. അവിടുന്ന് താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്ന ദൈവമാണ്. പക്ഷപാതക്കാരനായ മനുഷ്യനെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത് ഓർക്കുമല്ലോ. യേശു അവനോട് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കൂട്ടം പിറുപിറുക്കുവാൻ തുടങ്ങി. അവർ അതിനെ ദൈവദൂഷണം എന്ന് വിശേഷിപ്പിച്ചു. അതിന് യേശു നൽകിയ മറുപടി ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതെ, ക്രിസ്തു താങ്കളുടെ പാപം ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കിടക്കയെടുത്ത് നടന്നിരിക്കും. താങ്കളുടെ പഴയ ജീവിതത്തിൽ നിന്നും താങ്കൾ നടന്നിരിക്കും. താങ്കളുടെ പഴയ പാപത്തിൽ നിന്നും താങ്കൾ നടന്നിരിക്കും. താങ്കൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. താങ്കൾ നടന്നു മാറിയില്ലെങ്കിൽ ഇന്നും പാപത്തിൽ പക്ഷപാതം പിടിച്ച് കിടപ്പിലാണ്. ഹിസ്കിയാവ് ദൈവത്തിൽ യഥാർത്ഥ വിശ്വാസമുള്ളൊരു മനുഷ്യനാണ്. അതവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇപ്പോൾ അവൻ്റെ രാജ്യത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഹിസ്കിയാവ് വിശ്വാസമുള്ളൊരു മനുഷ്യൻ മാത്രമല്ല, അവനൊരു പ്രാർത്ഥനാ മനുഷ്യൻ കൂടിയാകുന്നു എന്ന് 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സംഭവത്താൽ നാം കാണുന്നു. ദൈവാനുഗ്രഹമായ സൂര്യപ്രകാശത്തിൽ നിന്നും പ്രതിസന്ധിയായ അന്ധകാരത്തിൽ നടക്കുവാൻ ദൈവം യഹൂദയെ അനുവദിച്ചതുപോലെ തോന്നുന്നു. സൻഹരീബ് അശൂരിൽ നിന്നും വീണ്ടും വന്നിരിക്കുന്നു. യെരുശലേം പട്ടണത്തെ വീണ്ടും ആക്രമിക്കുവാൻ അവൻ തയ്യാറായിരിക്കുകയാണ്. അവിടുത്തെ ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൻ ആരംഭിക്കുന്നു. 32 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നത്, ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സൻഹരീബ് വന്ന് യഹൂദയിൽ കടന്നുറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. പട്ടണത്തെ ശക്തിപ്പെടുത്തുവാനും കോട്ട കെട്ടി ബലപ്പെടുത്തുവാനും ഹിസ്കിയാവ് പരിപാടിയിട്ടു. എന്നാലും അവൻ്റെ ആശ്രയം, ഉറപ്പ് ദൈവത്തിൽ തന്നെ ആയിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഹിസ്കിയാവ് തൻ്റെ ജനത്തെയും പ്രോത്സാഹിപ്പിച്ചു എന്ന് നാം കാണുന്നുണ്ട്. 32 അധ്യായത്തിൻ്റെ 7, 8 വാക്യങ്ങൾ നോക്കിക്കേ. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ, അശൂർ രാജാവിനെയും അവനോടുകൂടിയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോടുകൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെയുണ്ട്. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ജനം യഹൂദ രാജാവായ യെഹിസ്കിയാവിൻ്റെ വാക്കുകളിൽ ആശ്രയിച്ചു. ഇന്നും ഇത് തന്നെയാകുന്നു യാഥാർത്ഥ്യം എന്ന കാര്യം സുഹൃത്തെ മറന്നു പോകരുത്. എത്ര പ്രോത്സാഹജനകമായ വാക്കുകളാകുന്നു ഹിസ്കിയാവിൽ നിന്നും ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള നേതൃത്വമാകുന്നു നമുക്കിന്ന് ആവശ്യം. പ്രതിസന്ധികളുടെ മധ്യത്തിൽ കൂടെയുള്ളവരെ ഉറപ്പിക്കുകയും ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുവാൻ അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നേതൃത്വം. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് മനുഷ്യനെ കൂടെ നിർത്തുവാനുള്ള ശ്രമമല്ല. പിന്നെയോ അവർ ഭയപ്പെടാതിരിക്കുവാൻ വേണ്ടതായ അടിസ്ഥാന കാരണം കാണിച്ചുകൊണ്ടാണ് ഹിസ്കിയാവ് ജനത്തെ ധൈര്യപ്പെടുത്തുന്നത്. തങ്ങളോടുകൂടെയുള്ളവർ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ഹിസ്കിയാവ് ആഗ്രഹിച്ചു. എന്നിട്ട് അവരോട് പറയുകയാണ്, തങ്ങളോട് കൂടെയുള്ളവൻ ആരെന്നും ശത്രുക്കളോടുള്ളത് ആരെന്നും ഹിസ്കിയാവ് വ്യക്തമാക്കുന്നു. ഹിസ്കിയാവിൻ്റെ വാക്കുകൾ, അവനോടുകൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെയുണ്ട്, അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോടുകൂടെയോ നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട്. മാംസഭുജങ്ങൾ കൊണ്ടൊരിക്കലും നേട്ടമുണ്ടാകുകയില്ല. പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ വലിയ അറിവ് താങ്കൾക്കുണ്ടോ? താങ്കളുടെ കൂടെയുള്ളത് ആരെന്നുള്ള ഉറപ്പുണ്ടോ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455.
ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇതിനുശേഷം സൻഹരീബ് തൻ്റെ പ്രതിനിധികളെ അയക്കുന്നു. അവർ ചെന്ന് ഇസ്രായേൽ ജനത്തെ ഭിന്നിപ്പിക്കുവാനും അവരുടെ ആത്മധൈര്യം കെടുത്തുവാനും ദൈവത്തിലുള്ള അവരുടെ ഉറപ്പ് തകർക്കുവാനും ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. 32 അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ, എൻ്റെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന ജാതിയുടെ സകല ദേവന്മാരിലും വെച്ച് ഒരുവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുമോ? ആകയാൽ യെഹിസ്കീയാവ് നിങ്ങളെ ചതിക്കരുത്, ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത്, നിങ്ങൾ അവനെ വിശ്വസിക്കുകയുമരുത്. യാതൊരു ജാതിയുടെയോ രാജ്യത്തിൻ്റെയോ ദേവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നത് എങ്ങനെ? അവൻ്റെ അറിവില്ലായ്മ എത്ര ഭയങ്കരമാകുന്നു. അതെ, ദൈവത്തിൻ്റെ ജ്ഞാനം ലോകത്തിന് ഭോഷത്വമാകുന്നു. പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ അത് ദൈവത്തെക്കാൾ വലുതാകുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത്. തങ്ങളുടെ ദൈവമാകുന്നു ഈ ഭൗതിക സമൃദ്ധിയേക്കാൾ വലുത് എന്ന് അനേകർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. തങ്ങളുടെ ദൈവമാകുന്ന ഈ ഭൗതിക സമൃദ്ധിയേക്കാൾ വലുതല്ല യഹോവ എന്ന് കരുതുന്നവർ ജീവിതത്തിൽ തോൽക്കും. എന്നാൽ ഹിസ്കിയാവിൻ്റെ ചിന്താഗതി വ്യത്യസ്തമായിരുന്നു. യഹൂദ ജനത്തിൻ്റെ ധൈര്യം കെടുത്തിക്കളയുവാനായി ഈ സൻഹരീബ് കത്തെഴുതി അയക്കുന്നു. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാതിരുന്നതുപോലെ യെഹിസ്കീയാവിൻ്റെ ദൈവവും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയില്ല എന്നിങ്ങനെ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അയച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ഇത് വിശദമാക്കിയിട്ടുണ്ട്. ഹിസ്കിയാവിന് ഈ ഭീഷണിക്കത്ത് ലഭിച്ചപ്പോൾ അവൻ ദേവാലയത്തിലേക്ക് ചെന്ന് യഹോവയുടെ മുൻപാകെ കത്ത് നിവർത്തിവെച്ചു. അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ മനോഹരമായ പ്രാർത്ഥന 2 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഹിസ്കിയാവ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. അവൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇത് നിമിത്തം യെഹിസ്കീയ രാജാവും ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. ഹിസ്കിയാവ് സഹായത്തിനായി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. ദൈവം അത്ഭുതകരമായ വിധത്തിൽ പട്ടണത്തെ രക്ഷിക്കുന്നത് നാം കാണുന്നു. 21-22 വാക്യങ്ങൾ. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശൂർ രാജാവിൻ്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഇങ്ങനെ യഹോവ യെഹിസ്കീയാവെയും യെരൂശലേം നിവാസികളെയും അശൂർ രാജാവായ സൻഹരീബിൻ്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ചു. അവർക്ക് ചുറ്റിലും വിശ്രമം നൽകി. ഇവിടെ ഹിസ്കിയാവിൻ്റെ രോഗത്തെക്കുറിച്ചാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. 24-ാം വാക്യം ഞാൻ വായിക്കാം. ആ കാലത്ത് യെഹിസ്കീയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിനവൻ ഉത്തരം അരുളി ഒരു അടയാളവും കൊടുത്തു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഹിസ്കിയാവ് തൻ്റെ മുഖം ചുവരിന് നേരെ തിരിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിനും മുൻപാകെ കരയുകയും ചെയ്തു എന്നത്രേ. അവന് എപ്രകാരം അനുഭവപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മരണഭീതി ഭയങ്കരം തന്നെ. ഇനിയും ജീവിക്കുവാൻ സാധിക്കില്ല എന്നറിയുമ്പോഴത്തെ ദുഃഖം വളരെയാണ്. അതുണ്ടാകരുതെന്ന് പറഞ്ഞാൽ ശരിയല്ല. അതും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്ത് മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരമാണില്ലേ? അതേ സുഹൃത്തെ, നാം രോഗികളാകുമ്പോൾ നാം ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്യേണ്ടതാണ്. വിശ്വാസത്താലുള്ള രോഗസൗഖ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ രോഗശാന്തി വരം ഉണ്ടെന്ന് പരസ്യം ചെയ്ത് നടക്കുന്നവരിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് സൗഖ്യമാക്കുവാൻ സാധിക്കും എന്ന് ഞാൻ അറിയുന്നു. അവന് മാത്രമേ സൗഖ്യമാക്കുവാൻ സാധിക്കൂ. എന്നാൽ അവിടുത്തെ ഇഷ്ടം നമ്മിൽ നടക്കേണ്ടതിനായി നാം തുറന്ന മനസ്ഥിതിയോടെ വേണമായിരിക്കേണ്ടത്. അവൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മയ്ക്കാണ്. പലപ്പോഴും നമുക്കുള്ള ഒരേ ഒരാഗ്രഹം ജീവിക്കുവാൻ മാത്രമാണ്. ഹിസ്കിയാവ് അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു. ദൈവത്തിന് മാത്രമേ അവനെ സഹായിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവൻ തൻ്റെ മുഖം ചുവരിന് നേരെ തിരിച്ചപ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞത്, അവൻ സത്യമായും പൂർണ്ണഹൃദയത്തോടും നടക്കുകയും ദൈവദൃഷ്ടിയിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്തു എന്നത്രേ.
ഏതായാലും ദൈവം ഹിസ്കിയാവിനെ സൗഖ്യമാക്കുകയും 15 വർഷം കൂടി അവൻ്റെ ആയുസ്സിനോട് നീട്ടിക്കൊടുക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. 25-26 വാക്യങ്ങളിൽ, എന്നാൽ യെഹെസ്കേയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവൻ്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപമുണ്ടായി. എങ്കിലും തൻ്റെ ഗർവത്തെക്കുറിച്ച് യെഹെസ്കേയാവും യെരൂശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം യെഹെസ്കേയാവിൻ്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല. ആഹാസിൻ്റെ ഭരണസമയത്ത് യഹൂദ സാമ്രാജ്യം വളരെ അധപ്പതിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും സമൃദ്ധിയിലായി. 27 വാക്യത്തിൽ, ബാബേലിൽ നിന്നും സ്ഥാനാപതികൾ വന്നപ്പോൾ ഹിസ്കിയാവ് വലിയ മണ്ടത്തരം കാണിച്ചു എന്ന് നാം കാണുന്നു. തൻ്റെ രാജ്യത്തെ മൊത്തം സമ്പത്ത് അവൻ അവരെ കാണിച്ചു കൊടുത്തു. 2 രാജാക്കന്മാർ 20 അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം ഈ ഭാഗം കാണുന്നുണ്ട്. ഈ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. 31 വാക്യം, എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവൻ്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമായി തോന്നാം. ഹിസ്കിയാവ് അവൻ മരിപ്പാൻ പോകുന്നു എന്ന് ദൈവം ആദ്യം പറഞ്ഞ സമയത്ത് മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. വിചിത്രമായിരിക്കുന്നില്ലേ? ദൈവം അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തതിന് ശേഷം വിഡ്ഢിത്തമായ 3 കാര്യങ്ങൾ അവൻ ചെയ്തു. അവൻ്റെ സമ്പത്ത് മുഴുവൻ ബാബേലിനെ കാണിച്ചു. അത് പിന്നീട് വലിയ പ്രശ്നത്തിന് കാരണമാകും. അവനൊരു മകന് ജന്മം നൽകി, മനശ്ശെ. യഹൂദയിൽ ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരിലേക്കും ദുഷ്ടനായ രാജാവായിരുന്നു അവൻ. അതുമാത്രമല്ല, ഹിസ്കിയാവ് അതുവരെ ഇല്ലാതിരുന്ന വിധത്തിൽ നിഗളമുള്ളവനായി. അവൻ്റെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറഞ്ഞു. 25 വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ യെഹെസ്കേയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവൻ്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപമുണ്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം? അതെ, യെഹെസ്കേയാവ് ദൈവം അനുവദിച്ച സമയത്ത് മരിച്ചിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. നാം ദൈവഹിതത്തിനപ്പുറം ഓരോന്നിനു വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നത് നന്മയ്ക്കായി തീരില്ല സുഹൃത്തെ. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി മാത്രമേ ചെയ്യൂ എന്ന് വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറില്ല. ദൈവം പ്രവർത്തിക്കാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നാം കണ്ടുപിടിച്ച് മാറ്റണം. എന്നിട്ട് അവിടുന്ന് തൻ്റെ ഹിതം പ്രവർത്തിക്കുവാൻ നാം സ്വയം താഴ്ത്തി ഏൽപ്പിക്കണം. അവിടുന്ന് നമ്മുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവാണ്. തൻ്റെ മക്കൾക്ക് ദോഷം അവൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അവൻ അങ്ങനെ അനുവദിക്കുകയുമില്ല. തുടർന്ന് ഹിസ്കിയാവിൻ്റെ മരണത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. 32 33 വാക്യങ്ങളിൽ നാം കാണുന്നത് യെഹെസ്കേയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ സൽപ്രവൃത്തികളും ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ്റെ ദർശനത്തിലും യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. യെഹെസ്കേയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച് ദാവീദിൻ്റെ പുത്രന്മാരുടെ കല്ലറകളിലേക്കുള്ള കയറ്റത്തെങ്കിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മരണസമയത്ത് എല്ലാ യഹൂദയും യെരൂശലേം നിവാസികളും അവനെ ബഹുമാനിച്ചു. അവൻ്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി. ഇനിയും ഏതാനും നിമിഷം ഉണർവ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉണർവ് എന്ന ഈ വിഷയത്തിൽ ദൈവം സർവാധിപത്യമുള്ളവനാകുന്നു. നാം ഇത് ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത്, കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് മാത്രമേ ഒരു ഉണർവ് അയക്കുവാൻ സാധിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ദൈവം ഇതിൽ പരമാധികാരിയാകുന്നു. നമ്മുടെ ആജ്ഞാനുവർത്തിയല്ല ദൈവം എന്ന് നാം മറക്കരുത്. ഒരു സ്വിച്ച് അമർത്തുമ്പോൾ നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നതിനായി ഓടി വരുന്ന ഒരു വ്യക്തിയായി ദൈവത്തെ ഒരിക്കലും കാണരുത് സുഹൃത്തെ. തങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് ആജ്ഞ നൽകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമേ, ഇങ്ങനെ ചെയ്യണമേ, ദൈവമേ നീ ഇത് ചെയ്തേ ഒക്കൂ എന്ന വിധത്തിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ? ദൈവത്തിന് ആജ്ഞ കൊടുക്കുവാൻ നാം ആരാണ് സുഹൃത്തെ? സ്നേഹത്തിലൂടെ എൻ്റെ അവകാശം പറയുകയാണ് എന്ന് വാദിച്ചാലും നമുക്കത് സാധ്യമല്ല. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവിനുണ്ടായ അനുഭവം ഓർക്കുക. ബാലിൻ്റെ പ്രവാചകന്മാർ നിലവിളിക്കുകയും തന്നെത്താൻ മുറിക്കുകയും ഭ്രാന്ത് പിടിച്ചവരെ പോലെ അവർ അലയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടും യാഗപീഠത്തിന്മേൽ അഗ്നി ഇറക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. തുടർന്ന് ഏലിയാവ് ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം കല്ലുകൾ ക്രമീകരിച്ച് അതിന്മേൽ വിറകടുക്കി യാഗവസ്തുവിനെ വെച്ചിട്ട് അതിന്മേൽ വെള്ളമൊഴിച്ച് തുടർന്നവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ
നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ആകെ ചെയ്യുവാൻ സാധിക്കുന്നത് കല്ലുകൾ കൂട്ടി അതിൻ്റെ ക്രമത്തിൽ അടുക്കുക മാത്രമാണ് ദൈവമേ. അതിന്മേൽ വിറകും യാഗവസ്തുവും ഞാൻ വെച്ചാലും തീ അയക്കേണ്ടത് അവിടുന്നാണ് കർത്താവേ. തീ ദൈവത്തിങ്കൽ നിന്നാണ് വരേണ്ടത്. ഇത് ഏലിയ പറഞ്ഞു. അപ്പോൾ ദൈവം അവന് ഉത്തരമരുളി. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ദേശത്തൊരു ആത്മീക ചലനമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവവചനം പഠിക്കുവാൻ അനേകരും വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനം പഠിക്കുവാൻ അനേകരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ താല്പര്യത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്ന് നാം ചിന്തിക്കണം. ദൈവവചനം പഠിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമാണ്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഒരേ ഒരു ഘടകം ദൈവവചന പഠനമാകുന്നു എന്ന കാര്യം മറക്കരുത്. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.